സെക്ഷൻ 9(3) പ്രകാരവും സെക്ഷൻ 9(4) പ്രകാരവും കുറച്ച് ഗുഡ്സ് ഓർ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അത്തരം ഗുഡ്സ് ഓർ സർവീസസ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് ലയബിലിറ്റി റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലാണ് വരിക. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ എന്താ പ്രത്യേകത? റെസിപ്പിയൻ്റ് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ 9(3)ലും സെക്ഷൻ 9(4)ലും നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഗുഡ്സും സർവീസും നമുക്കൊരു രജിസ്റ്റേർഡ് ഡീലറിൽ നിന്നും കിട്ടാം, അൺരജിസ്റ്റേർഡ് ഡീലറിൽ നിന്നും കിട്ടാം. ഒരു രജിസ്റ്റേർഡ് ഡീലർ ആണ് അത്തരം ഗുഡ്സ് ഓർ സർവീസ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ രജിസ്റ്റേർഡ് ഡീലർ തന്നെ അതിനുള്ള ഇൻവോയ്സ് നമുക്ക് റേസ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഒരു അൺരജിസ്റ്റേർഡ് ഡീലറിൽ നിന്നാണ് അത്തരം ഗുഡ്സ് ഓർ സർവീസ് റിസീവ് ചെയ്യുന്നത് എങ്കിൽ റെസിപ്പിയൻറ്റ്, അതായത് നമ്മളാണ് അതിന് ഒരു സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഈ സെൽഫ് ഇൻവോയ്സസിനാണ് ഇതുവരെയായിട്ടും ടൈം ലിമിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയാഞ്ഞത്. എന്നാൽ നോട്ടിഫിക്കേഷൻ 20/2024 ഈ സെൽഫ് ഇൻവോയ്സുകൾക്ക് ഒരു ഡ്യൂ ഡേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഗുഡ്സ് ഓർ സർവീസസ് നമ്മൾ റിസീവ് ചെയ്ത് അതിൻ്റെ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ സെൽഫ് ഇൻവോയ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന GSTR 3Bയിൽ അത് ഡിക്ലെയർ ചെയ്യുകയും അതിനുള്ള ടാക്സ് നമ്മൾ അടയ്ക്കുകയും ചെയ്യണം.